ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പറാണ്. നമ്മൾ എടുത്തിട്ടുള്ള ചാർട്ട് പേപ്പറിൽ നിന്നും പല വലുപ്പങ്ങളിലുള്ള 3 റൗണ്ട് ഷേപ്പുകൾ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി നമുക്കിന്ന് ചാർട്ട് പേപ്പർ വെച്ച് ആമ്പൽപ്പൂക്കൾ ചെയ്ത് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചാർട്ട് പേപ്പറിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ പല വലുപ്പങ്ങളിലായിട്ടാണ് നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം മടക്കി കൊടുത്തതിന് ശേഷം ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് മടക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ ഇവിടെ ആയിട്ട് ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 റൗണ്ട് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പലതരത്തിലുള്ള ഒരുപാട് പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 റൗണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളത് 3ഉം കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വലിയ ഫ്ലവറിനകത്തേക്ക് ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെറിയ ഫ്ലവർ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോളിന്റെ ബോട്ടിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കണം. നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യണേ. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പേപ്പറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതൊന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ മടക്കി കൊടുത്തതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചെടുത്തത് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിന്റെ ഇവിടെ ആയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മളത് മുഴുവനായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. വീണ്ടും നമ്മൾ അതിന്റെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് വിടർത്തി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തത് ഫ്ലവറിന്റെ നടുക്കായി ഇതുപോലെ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിന്റെ ഈ ഒരു അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലവറിന്റെ താഴെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വീണ്ടും മടക്കി കൊടുത്ത് നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കമ്പി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കമ്പി അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. അത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കെട്ടുകമ്പി നമുക്ക് ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കെട്ടുകമ്പി അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ കെട്ടുകമ്പി നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗം അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ഒരു ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇലകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അതിന്റെ വെയിൻസിന്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്കും കെട്ടുകമ്പിയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയിലേക്ക് നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 ഇലകൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ പേപ്പറിന്റെ പീസ് ചുറ്റി കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. പറ്റുന്നവരൊക്കെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ എല്ലാ തണ്ടുകളും ചേർത്ത് ഗ്രീൻ കളർ പേപ്പർ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ ഈ ഒരു പേപ്പർ ഗ്ലാസിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ തെർമോകോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു. പേപ്പർ ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് ഒക്കെ കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് പൂക്കൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കത്രിക വെച്ച് നമ്മളത് ഒന്നും കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പൂക്കൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ ഇതുപോലെ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ചാർട്ട് പേപ്പർ വെച്ച് വളരെ സിമ്പിളായി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.